വയനാട് ജില്ലയിലേക്കാണ്. അവിടെ ഒരാൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ ആശങ്കയേറുകയാണ്. ജില്ലയിൽ രോഗം ബാധിച്ച കുട്ടികളുടെ എണ്ണം 3 നിലവിൽ 58 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. രോഗബാധ സ്ഥിരീകരിക്കപ്പെട്ട എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ജില്ലയിലെ കിണറുകളിൽ സ്പെഷ്യൽ ക്ലോറിനേഷൻ ഡ്രൈവ് ഇന്ന് ആരംഭിക്കും. അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് അഭിജിത്ത്. ഇന്നലെ മന്ത്രി സന്ദർശിച്ചിരുന്നു ആശുപത്രി. അതിനുശേഷം പറഞ്ഞൊരു കാര്യം, ഈ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, രോഗബാധയുടെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് കണ്ടെത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഒപ്പം ഈ പ്രതിരോധ നടപടികൾ എങ്ങനെയാണ്? ശ്രുതി ഷിഹാസ്, ഗുഡ് മോർണിംഗ്. പ്രതിരോധ നടപടികളൊക്കെ ഊർജിതമായി നടക്കുന്നു എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. ഇന്നലെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തന്നെ വയനാട്ടിലേക്ക് നേരിട്ടെത്തി സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുകയും ചെയ്തിരുന്നു. ആശങ്കപ്പെടേണ്ട സ്ഥിതി നിലവിലില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. 3 പേർക്കാണ് ഇപ്പോൾ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 3 പേരുടെയും ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ടതില്ല. ഒപ്പം തന്നെ 58 പേർ ഇതിനോടകം തന്നെ ചികിത്സയിലുണ്ട്. ഈ രോഗലക്ഷണങ്ങളൊക്കെയായി ഉള്ളവരാണ്. നിലവിൽ അവരും ചികിത്സയിലാണ്. അതോടൊപ്പം കൂടുതൽ പേരുടെ പരിശോധനാ ഫലങ്ങൾ ഉടൻ തന്നെ വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് നിലവിലെ സാഹചര്യം എന്നുള്ളതിൽ കൂടി ഒരു വ്യക്തത വരും. കോളിയാടി സ്കൂളിലെ കുട്ടികൾക്കാണ് കഴിഞ്ഞ വ്യാഴാഴ്ച ഈ രീതിയിൽ രോഗലക്ഷണങ്ങൾ കാണുന്നതും അവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതും പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഇവർക്ക് ഷിഗല്ലയാണ് എന്നുള്ള കാര്യം വ്യക്തമാകുന്നത്. അതിന് പിന്നാലെ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്നിപ്പോൾ ഈ പ്രദേശത്തെ കിണറുകളിൽ സ്പെഷ്യൽ ക്ലോറിനേഷൻ നടപടികളൊക്കെ ഊർജിതമായി നടത്തുകയാണ്. ഒപ്പം തന്നെ ഈ വേണ്ട മുൻകരുതലുകൾ, ആ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കാൻ ആളുകളോടൊക്കെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മലിനജലം, അതുപോലെ തന്നെ മലിനമായ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് രോഗം തടയുന്നതിനായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ഏതായാലും ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുന്നുണ്ട്. 58 പേരാണ് നിലവിൽ രോഗലക്ഷണങ്ങളുമായി ചികിത്സയിലുള്ളത്. കൂടുതൽ പേരുടെ പരിശോധനാ ഫലം ഉടൻ തന്നെ വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. ഒരാൾ കൂടി സ്ഥിരീകരിച്ചതോടെ ഇപ്പോൾ വയനാട് ജില്ലയിൽ രോഗം ബാധിച്ച കുട്ടികളുടെ എണ്ണം 3 ആയിരിക്കുകയാണ്. 58 പേരാണ് നിലവിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സയുള്ളത്. എന്തായാലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ജില്ലയിലെ കിണറുകളിൽ സ്പെഷ്യൽ ക്ലോറിനേഷൻ ഡ്രൈവ് ഒക്കെ ആരംഭിക്കുകയാണ്. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.